ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കീവേഡാണ്, അതായത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. അതായത് നമ്മളിന്ന് സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും. അങ്ങനെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ നമ്മൾ കോഡിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കും. അങ്ങനെ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്സ് ഉണ്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. അങ്ങനെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ചൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, അത് ഏതാണെന്ന് കൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, അതായത് എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന കോഡ് നമുക്ക് മാക്സിമം നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ മാക്സിമം കുറച്ച് എഴുതാനും പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പം എന്തെങ്കിലും നമ്മുടെ UI നമുക്ക് റെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ, റിയൽ ടൈമിൽ റെൻഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കോഡൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും നമ്മൾ കോഡ് എഴുതണം, അങ്ങനെ നമുക്ക് റെൻഡർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സ്റ്റേറ്റ് ഒക്കെ വിളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 to 3 ലൈൻസ് ഓഫ് കോഡിനകത്ത് നമുക്ക് പരിപാടിയെല്ലാം കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ഇനിയൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാന്നല്ല, പക്ഷെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മെമ്മറി എന്ന് പറയുമ്പം നമുക്ക് റാമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു സ്ക്രീനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മുടെ യൂസർ എന്തെങ്കിലും ഒരു ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യും, ഒന്നെങ്കിൽ ട്രൂ ഓർ ഫോൾസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ ഒരു ഡാറ്റ നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിജറ്റിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു പേജ് എക്സിറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഈ ഒരു പേജ് ക്ലോസ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് ലോസ്റ്റ് ആവും. അതായത് ആ ഒരു ഡാറ്റ നമുക്ക് അവിടെ കാണത്തില്ല. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡാറ്റേനെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റിലുള്ള ഒരു ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പേജ് നമ്മൾ എക്സിറ്റ് ചെയ്താലും നമുക്ക് ഓൾ ത്രൂ ആപ്ലിക്കേഷൻ നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റ അവിടെ ലോസ്റ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒരു സ്ട്രക്ചറായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടൊരു മൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാവും അല്ലേ. നമ്മൾ അതിൻ്റെ ചൈൽഡായിട്ട് കുറേ വിഡ്ജറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പം ഇവിടെയുള്ള ഒരു ഡാറ്റ, അതായത് വിഡ്ജറ്റ് 1 ഒരു ഡാറ്റ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഷോപ്പ് ആപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ളത്, അതായത് ഇവിടുന്ന് ഒരു പാരാമീറ്ററായിട്ട് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്റ്റിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അപ്പം അങ്ങനെ തന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും സെൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് ഈ ഒരു വിജറ്റിൻ്റെ അകത്തുനിന്ന് ഈ ഒരു വിജറ്റ് 2ലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ മൈ ആപ്പ് ക്ലാസ് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ തന്നെ ഈ ഒരു മൈ ആപ്പ് ക്ലാസ്സിൻ്റെ താഴെയായിട്ട് നമ്മൾ ഏത് സ്റ്റേറ്റ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത്, അതായത് ഒരു ക്ലാസ് അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതിൻ്റെ ചൈൽഡായിട്ട് നമ്മുടെ ബാക്കിയത്തെ എല്ലാ വിഡ്ജറ്റ്സ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്തു, ഈ ഒരു ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വേറൊരു വിജറ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വിജറ്റ് 3യിലുള്ള ഡാറ്റ നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലേക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഈ ഒരു വിജറ്റ് 5ലേക്കോ 6ലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിജറ്റിലേക്ക് നമുക്ക് ഇവിടെ വിജറ്റ് 3യിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഏത് വിജറ്റിലാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ഒരു വിജറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമായിട്ട് നമുക്ക് ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു വിജറ്റിൽ ഫുള്ളായിട്ട് എയർ പോലെ നമുക്ക് ആ ഒരു ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ഡാറ്റ വെച്ചിട്ട് ഏത് വിജറ്റിലുള്ള ഡാറ്റയും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അതാണ് നമ്മൾ വിത്ത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്തുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, അതായത് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് പറയുമ്പം ആദ്യമായിട്ട് നമുക്ക് കടന്നു വരുന്നതാണ് പ്രൊവൈഡർ. അങ്ങനെ ഗെറ്റെക്സ് ഉണ്ട്, അങ്ങനെ റിവർ പോഡ് ഉണ്ട്. റിവർ പോഡ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ആയതാണ് കേട്ടോ, ഇതൊരു 2 months ആയിട്ടുണ്ടാകും.
ഓക്കെ. അപ്പം ഈ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് ബ്ലോക്ക് പാറ്റേൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റേറ്റ് മാനേജ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉള്ള സ്റ്റേറ്റ് മാനേജ്മെന്റ്സ് എല്ലാം നമുക്ക് നമ്മുടെ ഫ്ലട്ടറിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് നമുക്ക് തരുന്നില്ല. പക്ഷെ നമുക്കത് പുറത്തുനിന്ന് എടുക്കണം, അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് പോലത്തെ സംഭവത്തിനകത്ത് നമുക്ക് എടുക്കണം. സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pub.dev എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഓക്കെ, അതായത് ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് pub.dev എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഏതൊരു പാക്കേജിനെ വേണമെങ്കിലും, അതായത് പ്രൊവൈഡർ ഗെറ്റക്സോ അല്ലെങ്കിൽ ഏതൊരു പാക്കേജിനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ നമുക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു pub.dev എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് നമ്മൾ പ്ലേ സ്റ്റോർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്ട്സിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വേറെ ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഓരോരോ പാക്കേജസ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ pub.devil വന്നിട്ട് നമുക്ക് ഏത് പാക്കേജസ് ആണോ എന്ന് അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആ ഒരു പാക്കേജിന് ഡിപ്പെൻഡൻസി നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് pub.devനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കാരണം വേറെ ഒന്നുമല്ല, സാധാരണ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ആ ഇൻസ്റ്റാളിങ് ടാബിൽ പോയിട്ട് ആ ഡിപ്പെൻഡൻസി കോപ്പി ചെയ്യും, പേസ്റ്റ് ചെയ്യും, അത്രേ അവർ ചെയ്യുന്നുള്ളൂ ഈ ഒരു pub.dev വെച്ചിട്ട് കേട്ടോ. പക്ഷെ ഇത്രയല്ല, ഇനിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പം ഫയർ ബേസ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 2 months ബാക്ക് ചെയ്ത വീഡിയോസ് നമ്മൾ റെഫർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇത് കുറേ ഡെബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ ഉണ്ടാവും, ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും, ക്ലാസ്സസ് ഓപ്റ്റേഴ്സ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ പുതിയ അപ്ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്, അങ്ങനെ തന്നെ ആ ഒരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു pub.dev എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ബേസ് ആയിട്ട് ഒരു സർവേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് പാക്കേജസിൻ്റെ അകത്ത് ഏറ്റവും ലൈക്ക് കിട്ടിയതും അങ്ങനെ തന്നെ പൊസിഷൻ ഏറ്റവും ഫസ്റ്റ് പൊസിഷനുള്ള പാക്കേജസ് ഒക്കെ ജസ്റ്റ് ലിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഫ്ലട്ടർ സ്റ്റേറ്റ് മാനേജ്മെന്റിനകത്ത് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷന് യൂസ് ഡെവലപ്പർ ഏറ്റവും ലൈക്ക് ചെയ്ത പാക്കേജസ് ആണ് കേട്ടോ ഇത്. കണ്ടില്ല, നമ്മുടെ November 4, 2020 ഈ ഒരു pub.dev എന്നാണ് വെബ്സൈറ്റിലെ സർവേ അനുസരിച്ച് അവർ ലൈക്കിൻ്റെ അകത്ത് ലൈക്ക് അനുസരിച്ച് അവർ പൊസിഷൻ ചെയ്തപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് അവർക്ക് കിട്ടിയ ഒരു പാക്കേജാണ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ പാക്കേജ്. ഈ ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് തേർഡ് പൊസിഷനിലുള്ള ഒരു പാക്കേജാണ് ഗെറ്റക്സ് എന്ന് പറഞ്ഞ പാക്കേജ്. ഇതൊരു സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പാക്കേജ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതെല്ലാം ജസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെന്റ് പാക്കേജസ് ആണ് കേട്ടോ. ഏത് വേണം ഇതിൻ്റെ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഏറ്റവും ടോപ്പുള്ള ഒരു പാക്കേജാണ് ഒരു പ്രൊവൈഡർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് പൊസിഷൻ തന്നിരിക്കുന്നത് സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ബേസ് ആയിട്ടല്ല കേട്ടോ, മറിച്ച് ഈ ഒരു pub.dev വെബ്സൈറ്റിലെ ഒരു പാക്കേജസ് എത്രയുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ലൈക്ക് കിട്ടിയ പാക്കേജ് അനുസരിച്ചാണ് അവിടെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഏറ്റവും ഫസ്റ്റ് ഉള്ള പാക്കേജാണ് പ്രൊവൈഡർ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ ഏതാണ് ടോപ്പ് ഉള്ള പാക്കേജസ് അങ്ങനെ ടൈപ്സ് ഓഫ് പാക്കേജസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനുള്ള പാക്കേജാണ് കേട്ടോ. അതായത് വിച്ച് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇസ് ബെസ്റ്റ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള പാക്കേജ് തന്നെയാണ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ പാക്കേജ്. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, ഇത് സിമ്പിളാണ്, ഈസിയാണ്. ഓക്കെ, ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞ പാക്കേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു സ്റ്റേറ്റ് മാനേജ്മെന്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാനും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തപ്പം പ്രൊവൈഡർ എന്നുള്ളൊരു പാക്കേജ് തന്നെയാണ് ഞാനും പഠിച്ചത്. അങ്ങനെ ഇപ്പം ഞാൻ ഒരു 1-2 weeks ബിഫോർ ഞാൻ ഗെറ്റക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് കുറേ സമയം എടുത്തില്ല, ഒരു 2 hours എടുത്തതേ ഉള്ളൂ ഗെറ്റക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് പ്രൊവൈഡർ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ തന്നെ ഞാൻ ബേസിക്കലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പ്രിഫർ ചെയ്യുന്നത് പ്രൊവൈഡർ എന്നുള്ള പാക്കേജാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, സിമ്പിളാണ്, ഈസി ടു യൂസ് ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോനെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെയും കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ബൈ.